ഭൂമിയിൽ ഒട്ടനവധി ഇനങ്ങളിലുള്ള വ്യത്യസ്തമായ ജീവികളുണ്ട്. എന്നാൽ ഈ മൃഗങ്ങളിലെ ചിലർ വലുപ്പം കൊണ്ട് നമ്മളെ അതിശയിപ്പിക്കും. അങ്ങനെയുള്ള കുറച്ച് ഭീമൻ ജീവികളെയാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന എന്ന് നമുക്കറിയാം. എന്നാൽ ഇക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഭീമാകാരനായ ഒരു ആനയാണ് ഈ കാണുന്നത്. 11,000 കിലോഗ്രാം ഭാരവും 13 അടി ഉയരവുമുള്ള ഈ ആനയെ വനത്തിൽ നിന്നും പിടികൂടി ടാൻസാനിയയിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചതാണ്. സാധാ ആഫ്രിക്കൻ എലിഫന്റിനേക്കാൾ ഉയരം കൂടുതലാണിതിന്. ഇതിന്റെ കൊമ്പുകൾക്ക് ഒരു സിംഹത്തിന്റെ അത്രയും നീളമുണ്ട്. സ്റ്റിംഗ്റേ കാണാൻ നല്ല ഭംഗിയുള്ള ജീവിയാണെങ്കിലും ഇവ ഒരു അപകടകാരി കൂടിയാണ്. ഇവകൾ പൊതുവെ ആക്രമണകാരികളല്ല. മിക്കപ്പോഴും ഇവയുടെ കുത്തേൽക്കുന്നത് ആളുകൾ അറിയാതെ മണ്ണിനടിയിൽ കിടക്കുന്ന സ്റ്റിംഗ്റേയെ ചവിട്ടുമ്പോഴാണ്. കുത്തേറ്റ ഉടനെ ചികിത്സ നേടിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. ഈ പറഞ്ഞത് ലോകത്തിലെ എല്ലായിടത്തും കാണപ്പെടുന്ന സാധാ സ്റ്റിംഗ്റേകളുടെ കാര്യമാണ്. ഇതാണ് ജയന്റ് സ്റ്റിംഗ്റേ. ഇതിന്റെ ഭാരം 240 കിലോഗ്രാമും നീളം 14 അടിയും വരും. ഇതിന്റെ കുത്തേറ്റാൽ മരണം ഏകദേശം ഉറപ്പാണ്. മനുഷ്യനെ കൊല്ലാൻ കഴിവുള്ള മീനുകളിൽ ഒന്നാണ് കാറ്റ്ഫിഷ്. ഈ കാണുന്ന ജയന്റ് കാറ്റ്ഫിഷ് ആണ് മനുഷ്യൻ ഇതുവരെ പിടികൂടിയതിൽ വെച്ച് ഏറ്റവും വലുത്. ഇതിന് 113 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. ചൂണ്ടയിൽ കുടുങ്ങിയതിനു ശേഷം 40 മിനിറ്റോളം ഈ മീനുമായി മലപ്പിടുത്തം നടത്തേണ്ടി വന്നു ഇവർക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ. സൈബീരിയൻ കടുവകൾ ലോകത്തിൽ തന്നെ ഏറ്റവും അപകടകാരിയായ ടൈഗർ സ്പീഷീസുകളിൽ ഒന്നാണ്. ഇവകൾ വളരെ ശക്തരും ബുദ്ധിമാന്മാരും ഭയമില്ലാത്തവരുമാണ്. എന്നാൽ നമ്മളീ കാണുന്നത് 2 കടുവകളോളം സൈസ് വരുന്ന ഒരു ഭീമൻ സൈബീരിയൻ കടുവയാണ്. ഇതിന് 432 കിലോഗ്രാം ഭാരവും 11 അടി നീളവുമുണ്ട്. ഇതിന്റെ വലുപ്പം കൊണ്ട് തന്നെ മറ്റു കടുവകൾക്ക് ഇതിനെ ഭയമാണ്. കാണുമ്പോൾ ഒരു പോളർ ബെയറെ തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഒരു നായയാണ്. ഇതാണ് സെൻട്രൽ ഏഷ്യൻ ഷെപ്പേർഡ് എന്ന ഇനം നായ. അമിതമായ ആഹാരം നൽകിയതിനെ തുടർന്നാണ് ഈ നായ ഇത്രയും വലുപ്പം വെച്ചത്. 2 വയസ്സുള്ളപ്പോൾ തന്നെ ഈ നായക്ക് യജമാനേക്കാൾ വലുപ്പമുണ്ടായിരുന്നു. ഗൊറില്ലകൾ വലിയ മൃഗങ്ങളാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ സിൽവർ ബാക്ക് മൗണ്ടൻ ഗൊറില്ലയ്ക്ക് ചെറുപ്പത്തിൽ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഗൊറില്ലയുടെ വലുപ്പമുണ്ടായിരുന്നു. ഇതിന് 240 കിലോഗ്രാം ഭാരവും 6 അടി ഉയരവുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു സാധാ ഗൊറില്ലയേക്കാൾ 40 ഇരട്ടി വലുതാണിത്. കാണ്ടാമൃഗം അതിന്റെ വലുപ്പത്തിന്റെയും ശക്തിയുടെയും പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ എല്ലാ കാണ്ടാമൃഗങ്ങളും വലുപ്പത്തിൽ ഒരേപോലെയല്ല. ഇത് വൈറ്റ് റൈനോ ഇനത്തിൽപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കാണ്ടാമൃഗമാണ്. ഇതിന് 7 അടി ഉയരവും 2721 കിലോഗ്രാം ഭാരവുമുണ്ട്. ഈ ജെല്ലിഫിഷിന്റെ വീതി 2.5 മീറ്റർ ആണ്. അതുകൂടാതെ ഇവയുടെ ടെൻഡക്കിൾസിന്റെ നീളം 40 മീറ്ററോളം വരും. ഈ ജെല്ലിഫിഷിന്റെ ടെൻഡക്കിൾസിന്റെ നീളം കൂടി കണക്കിലെടുത്താൽ ഇവയ്ക്ക് ഒരു ബ്ലൂ വെയിലിനേക്കാൾ നീളമുണ്ട്. ഭൂമിയിലെ ഏറ്റവും വലിയ ഞണ്ടിനെയാണ് നാം ഈ കാണുന്നത്. ജാപ്പനീസ് സ്പൈഡർ ക്രാബാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ളതും ഏറ്റവും വലുപ്പമുള്ളതുമായ ഞണ്ട്. പസഫിക് സമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ ഈ സ്പൈഡർ ക്രാബിന് 19.5 കിലോഗ്രാം ഭാരവും ഇതിന്റെ കാലുകളുടെ നീളം 15 മീറ്ററുമായിരുന്നു. ഇതിന്റെ ശരീരത്തിന്റെ വലുപ്പം ഒരു ബാസ്കറ്റ്ബോളിന്റെ അത്രയുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടത്തിൽ ഏത് വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടമായതെന്ന് താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.